കോഴിക്കോട് വടകര കുഞ്ഞിപ്പള്ളിയിൽ അടച്ചിട്ട കടമുറിയിൽ മനുഷ്യൻ്റെ തലയോട്ടി കണ്ടെത്തി. ദേശീയപാതാ നിർമ്മാണത്തിനായി കെട്ടിടം പൊളിക്കുന്നതിനിടയിലാണ് തലയോട്ടി കണ്ടെത്തിയത്. ഒരു വർഷത്തിലേറെയായി ഈ കട അടഞ്ഞു കിടക്കുകയായിരുന്നു. വിവരങ്ങളുമായി സിനോജ്, ഒരു സിനിമയെ ഓർമ്മിപ്പിക്കുന്ന രംഗങ്ങളാണോ കാണുന്നത്? നികേഷ് കുമാർ, അതായത് അടഞ്ഞു കിടന്ന ഒരു കടമുറിയാണ്, ഷട്ടറൊക്കെയിട്ട് പൂട്ടിക്കിടന്ന ഒരു കടമുറിയാണ്. ദേശീയപാതയുടെ വികസനം ഇവിടെ നടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് തൊഴിലാളികൾ മണ്ണുമാന്തി യന്ത്രമൊക്കെ തന്നെ കൊണ്ടുവന്ന് ഈ കെട്ടിടം പൊളിക്കുന്ന സമയത്താണ് പ്ലാസ്റ്റിക്കും പേപ്പറുകളൊക്കെ മനുഷ്യന്റെ തലയോട്ടി കണ്ടെത്തിയിരിക്കുന്നത്. ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു. ചോമ്പാലിൽ നിന്ന് പോലീസ് എത്തി സ്ഥലം അവിടെ കയറുകെട്ടി ഈ ക്രൈം സീൻ തിരിച്ചിട്ടുണ്ട്. വടകരയിൽ നിന്നുള്ള റൂറൽ SP അല്പസമയത്തിന് തന്നെ ഈ സ്ഥലത്തെത്തി പരിശോധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 6 മാസത്തിലേറെ പഴക്കം ഈ തലയോട്ടിക്ക് ഉണ്ടെന്നാണ് പോലീസുകാർ നൽകുന്ന വിവരം. പക്ഷേ മറ്റ് ശരീരഭാഗങ്ങളൊന്നും തന്നെ ഈ കടമുറിക്കുള്ളിൽ ലഭിച്ചിട്ടില്ല. ഈ ദേശീയപാതയോരത്ത് അടഞ്ഞു കിടന്ന ഒരു കടയാണ്. ഈ ദേശീയപാതയ്ക്ക് വേണ്ടി ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഒരു വർഷത്തിലേറെയായി ഈ കട പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. ഷട്ടറിട്ട് പൂട്ടിക്കിടക്കുകയാണ്. എങ്ങനെ ഈ തലയോട്ടി അവിടെ എത്തി എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ്. പോലീസ് വിരലടയാള വിദഗ്ധർ ഉൾപ്പെടെ സയന്റിഫിക് വിദഗ്ധർ ഉൾപ്പെടെ കൊണ്ടുവന്ന് പരിശോധിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഏതായാലും മനുഷ്യന്റെ തലയോട്ടിയാണെന്ന് പോലീസ് പ്രാഥമികമായി സ്ഥിരീകരിക്കുന്നു. ആ സ്ഥലം പോലീസ് വളഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിന് തന്നെ വടകര റൂറൽ SP യുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം ആരംഭിക്കുകയും ചെയ്യും. വിശദാംശങ്ങൾ നൽകിയത്.